അതെ, ഞങ്ങൾ 2030 മെസ്സി മാത്രല്ല മെസ്സിയുടെ മോനും കളിക്കുന്നുണ്ട്. ഞങ്ങൾ കളിക്കും ചെയ്യും, കളിച്ച് കപ്പ് എടുക്കും. കാണാം. എന്റെ ആരിറങ്ങുന്നത്? ഞങ്ങളും കളിക്കുന്നുണ്ട് 2030. റൊണാൾഡോ കളിക്കുന്നുണ്ട്, റൊണാൾഡോയുടെ മോന് കളിക്കും. ടിയാഗോ, റൊണാൾഡോ മോന് ടിയാഗോ. ഞങ്ങളും ഉണ്ടാവും കളിക്കാന്. പക്ഷെ നെയ്മറിന്റെ മോന് അത് മതി. ഞങ്ങളെ മെസ്സിയുടെ മോന്റെ കൂടെ കളിക്കാൻ നെയ്മർ മതി. എപ്പോഴും കളിക്കുന്ന ചെറിയ ചെക്കനല്ല. എന്താണ് ഇപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നില്ല? കളി കഴിഞ്ഞിട്ടല്ലോ. അല്ല മക്കളെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളൊക്കെ വീട്ടിലെ അവസ്ഥ എന്താന്നുള്ളത് എല്ലാവരും നിങ്ങൾക്ക്. എടാ, മെയ്സിന്റെ വീട് എവിടെയെന്ന് നിനക്കറിയോ? മെയ്സിന്റെ വീട് നിൽക്കുന്നത് ഒരു കടലിന്റെ നടുവിലാണ്. ആ വീടിന്റെ ഇന്നത്തെ ഡോളറിന്റെ ആസ്തി, അമേരിക്കൻ ഡോളറിന്റെ ആസ്തി 1000 കോടിയാണ്. അതറിയോ എനിക്ക്? എടാടാ, ഇപ്പൊ എന്റെ വലിയ ആരാധന കഥാപാത്രമായ നെയ്മർ ഉണ്ടല്ലോ, ഈ നെയ്മർ എവിടെ വീട് വെച്ചില്ല, എവിടെ താമസിക്കുന്ന അറിയോ? ഒരു മൗണ്ടന്റെ മേല. മൗണ്ടൻ തന്നെ മനസ്സിലായ? ഒരു പർവ്വതത്തിന്റെ മുകളിൽ. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും പച്ചമുളക് മേടിക്കണ താഴത്തെ വരുന്ന ഹെലികോപ്റ്ററിലാണ്. അതാണ് നെയ്മറൊക്കെ ജീവിക്കുന്ന സാഹചര്യം. ഈ പാന്റെ വീട്ടിലേക്ക് എങ്ങനെ പണി കഴിഞ്ഞു പോണത്? ചെളിയിലൊക്കെ ചവിട്ടി ചവിട്ടി ചവിട്ടി. ഇതാണ് അന്റെ ഇന്നത്തെ അവസ്ഥ. ഈ എന്താ കഥ? റൊണാൾഡോ അല്ലെ? ഈ റൊണാൾഡോനെ കുറിച്ച് ഈ എന്തെങ്കിലും പഠിച്ചില്ല? അന്റെ ഭയങ്കര ആരാധ്യ പുരുഷനായ റൊണാൾഡോ എവിടെ താമസിക്കണെന്നാണ് എനിക്കറിയോ? എന്നാ റൊണാൾഡോ എവിടെ താമസിക്കണത്? സ്വന്തമായിട്ട് ജെറ്റൊക്കെ ഉള്ള ആളാണ്. ജെറ്റൊക്കെ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് കാട്ടിനകത്താണ്. 1500 കോടി ഡോളർ ആസ്തിയുള്ള ഒരു വീടാണ് കാട്ടിനകത്ത് വെച്ചുള്ളത്. സ്വന്തമായിട്ട് ജെറ്റ്, അദ്ദേഹത്തിന്റെ മരുമകന് സ്വന്തമായിട്ട് സ്കൂളുണ്ട്. അങ്ങനെ ഭയങ്കര ജീവിത സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ മതിമറന്ന് ജീവിക്കുന്ന റൊണാൾഡോ അന്റെ വീട്ടിലേക്ക് ഇജ്ജ് എങ്ങനെ പോണത്? ഓട്ടോറിക്ഷ പോലും പോവാത്തോടത്താണ് ഈ അമേക്കുന്നത്. ശരിയല്ലേ? ഇതാണ് ഇപ്പൊ നിങ്ങളൊക്കെ കഥകൾ മക്കളെ. ഇനി ഇതൊക്കെ പോട്ടെ മക്കളെ. 1, 2, 3 ഇങ്ങളെ 3 പേരും ഗൂഗിൾ പേയില്, ജിപേയില് ഒരു 500 ഉറുപ്പ എടുക്കാണ്ടാവോ? എന്താ? ഇല്ലല്ലോ. എന്തായാലും വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലോ. ഈയും വെച്ചിട്ടുണ്ട്, നെയ്മറും വെച്ചിന്, റൊണാൾഡോയും വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വലിയ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. 35,000, 50,000, 60,000 ഒക്കെ ചോർന്നൊലിക്കുന്ന എന്റെ വീട്ടിന്റെ മേലെ അതൊന്ന് കൊണ്ടേ കെട്ട് ഏറ്റാ. എന്തായാലും 2030 കാണാം മക്കളെ. നാലുവട്ടം പോവാണ്, നമുക്ക് കാണാം. 2030 നമുക്ക് പൊളിക്കണം. പോട്ടെ. കാലം പോയ പോക്ക്. 500 ഉറുപ്പ്യ ഗൂഗിൾ പേ ചെയ്യാനില്ലാത്തവനാ ഈ മാതിരി ഫ്ലക്സ് ഒക്കെ വെച്ചത്. കാലം പോയ പോക്ക് എന്നല്ലാതെ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാം.